നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മാണി ഉറപ്പിച്ചു തന്നെ. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം നാളെ നടക്കാനിരിക്കെ സമദൂര നിലപാട് ആവർത്തിച്ച് KM മാണി. ആരോടും വിരോധമില്ല, എവിടെ നന്മയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ട്. ചിന്തിക്കുന്നവർക്ക് തങ്ങളുടെ നിലപാട് ശരിയെന്ന് തോന്നുമെന്നും CPM ക്ഷണം തള്ളാതെ കേരള കോൺഗ്രസ് ചെയർമാൻ. അതേസമയം NDAയുമായുള്ള സഖ്യം അജണ്ടയിലില്ലെന്ന് ജോസ് കെ മാണി. ഇത്തരം പ്രചരണങ്ങൾ നിഗൂഢ ലക്ഷ്യത്തിനു വേണ്ടിയെന്നും വിശദീകരണം. കേരള കോൺഗ്രസുമായി മുന്നണി ബന്ധം സംബന്ധിച്ച് ഇനി ചർച്ചയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കൈകഴുകി കേന്ദ്രം. ആറന്മുള വിമാനത്താവളത്തിനെതിരായ BJP സമ്മർദ്ദത്തിന് പിന്നാലെ വിഷയം സംസ്ഥാന സർക്കാരിനും കോടതിക്കും വിട്ട് കേന്ദ്ര സർക്കാർ. വിമാനത്താവളം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലെന്ന് വനം പരിസ്ഥിതി മന്ത്രി അനിൽ മാധവ് ദവെ. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ വിദഗ്ധ സമിതിക്ക് തീരുമാനമെടുക്കാനാകില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാനം നിലപാട് വ്യക്തമാക്കണം. വിശദീകരണം. ആറന്മുളയിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ KGSന് അനുമതി നൽകിയതിനെതിരെ കുമ്മനം നൽകിയ നിവേദനം സംബന്ധിച്ച്. അക്രമത്തെ അപലപിച്ച്. നാദാപുരം തൂണേരിയിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് അസ്ലാമിന്റെ കൊലപാതകത്തെ അപലപിച്ച് മുഖ്യമന്ത്രി. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചെന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അനന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പിണറായി വിജയൻ. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വടകരയിൽ UDF ഹർത്താൽ തുടരുന്നതിനിടെ സ്ഥിതി വിലയിരുത്തി DYSP ഓഫീസിൽ പോലീസ് ഉന്നതതല യോഗം. കൊലപാതകത്തിൽ അന്വേഷണ ചുമതല വടകര ASP കുറുപ്പസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘത്തിന്. അതിനിടെ സംഭവത്തിൽ പിണറായി സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷം. CPM സ്വന്തം നിലയ്ക്ക് വധശിക്ഷ നടപ്പാക്കുന്നുവെന്ന് ചെന്നിത്തല. കോടിയേരിയുടെ പയ്യന്നൂർ പ്രസംഗം പ്രകോപനപരമായെന്നും പ്രതികരണം. മുഹമ്മദ് അസ്ലാമിന്റെ കൊല CPM സംഘടിതമായി ചെയ്തതെന്ന് VM സുധീരൻ. തട്ടിപ്പിന്റെ തിമിംഗലങ്ങൾ. ATM തട്ടിപ്പിൽ റുമേനിയൻ സംഘത്തിന് സാങ്കേതിക സഹായം നൽകിയത് ബൾഗേറിയ കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര സംഘമെന്ന് കണ്ടെത്തൽ. ചോർത്തിയെടുത്ത അക്കൗണ്ട് രഹസ്യങ്ങൾ ഡീക്രിപ്റ്റ് ചെയ്തത് ബൾഗേറിയയിൽ. വിവരങ്ങൾ ആധാരമാക്കി മുംബൈയിൽ വ്യാജ ATM കാർഡുകൾ നിർമ്മിച്ചതായും അന്വേഷണ സംഘം. തലസ്ഥാനത്ത് നിന്ന് അത്യാധുനിക സാങ്കേതിക സംവിധാനം വഴി ചോർത്തിയത് 400-ലധികം പേരുടെ ബാങ്ക് അക്കൗണ്ട് രഹസ്യങ്ങൾ. അതേസമയം SBI സെർവറുകളിലെ മുഴുവൻ രഹസ്യങ്ങളും ചോർത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്നും IG മനോജ് എബ്രഹാം. മുഖ്യപ്രതി ഗബ്രിയൽ മരീനിലിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ATMകളിൽ ഹാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ഗബ്രിയലിന്റെ മൊഴി. 5-അംഗ റുമേനിയൻ സംഘത്തിൽ കേരളത്തിലെത്തിയത് 3 പേർ മാത്രം. അതിനിടെ ATM തട്ടിപ്പുകൾ ബാങ്കിംഗ് സംവിധാനത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ പോലീസ് റിപ്പോർട്ട്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2890 രൂപ, പവൻ 23,120 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.